തിരുവനന്തപുരം ഉള്ളൂർ പ്രശാന്ത് നഗർ ജംഗ്ഷനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ 3 നില കെട്ടിടത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് 2:30-ഓടെ നാടിനെ നടുക്കിയ മോഷണം നടന്നത്. ഏറ്റവും താഴത്തെ നിലയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന AV ബേക്കേഴ്സ് എന്ന് പറയുന്ന ഈ ബേക്കറിയിലെ ജീവനക്കാരനായിട്ടുള്ള മധു ആണ് മുകളിലത്തെ നിലയിൽ, അതായത് 2ാമത്തെ നിലയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വൃദ്ധയുടെ വീട്ടിലെത്തി മോഷണം നടത്തിയത്. പ്രതി ഈ മോഷണം നടത്തിയത് ആസൂത്രിതമായി തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഇവിടെയുള്ളവർക്ക് മാത്രം അറിയുന്ന ഒരു വഴിയിലൂടെ, അതും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗേറ്റ് തുറന്ന് ഇതിന് പിൻവശത്തു കൂടി കടന്ന് മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയറിലൂടെയാണ് ഈ പ്രതി വൃദ്ധയുടെ വീട്ടിലേക്ക് എത്തിയത്. ഈ പ്രതിയുടെ മുഖം വൃത്തിക്ക് സുപരിചിതമായിരുന്നത് കൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാതിരിക്കാനായിട്ട് ഹെൽമറ്റ് ഉപയോഗിച്ച് പ്രതി മധു മുഖം മറച്ചിരുന്നു. കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ആ കൈലി ഉപയോഗിച്ച് ഉച്ചയ്ക്ക് TV കണ്ടുകൊണ്ടിരുന്ന വൃദ്ധയെ പുറകിൽ നിന്നും മുഖം മൂടിക്കെട്ടുകയായിരുന്നു. ശേഷം അവരെ വലിച്ചിഴച്ച് റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന സാരി ഉപയോഗിച്ച് അവരുടെ മുഖം ഒന്നുകൂടി മൂടിക്കെട്ടുകയും അതുപോലെ തന്നെ കൈകൾ രണ്ടും തോർത്തുപയോഗിച്ച് വലിഞ്ഞു മുറുക്കി കെട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് വൃദ്ധയുടെ കഴുത്തിലുണ്ടായിരുന്ന ഏകദേശം 1.5 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല വലിച്ചു പൊട്ടിക്കുകയും കയ്യിലുണ്ടായിരുന്ന ഏകദേശം 4 ഗ്രാമോളം വരുന്ന ഒരു മോതിരവും മോഷ്ടിക്കുകയും ചെയ്തത്. ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾ തന്നെയാണ്. ഇവിടെ ഒരു 20 മീറ്റർ മാറിയാണ് വീട്. ഇവിടെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇവിടെ കടയിലൊന്നും ഒരു പ്രോബ്ലവും ഇതുവരെയായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പറയുന്നത് ആൽക്കഹോളിക്കാണ് കുറച്ച്. ഇന്നലെ രാത്രി തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്യുന്നത് വരെ ഈ മോഷണത്തിന്റെ വിവരം പുറത്തു വന്നിരുന്നില്ല. അതിനുശേഷമാണ് പോലീസ് വിവരങ്ങൾ പുറത്തുവിടുന്നത്. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.